ഇത് മറ്റൊരു വെറൈറ്റി ആണ്, ഹോങ്സു എന്നാണ് ഇതിന്റെ പേര്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതാണ് ഇതിന്റെ ഒറിജിൻ. ഇത് വന്നിട്ട് ഇതിന്റെ കാണാനുള്ള ഭംഗി ഭയങ്കര ഭംഗിയ മാങ്ങ കാണാൻ. ഒരു 2 കിലോയുടെ മുകളിലൊക്കെ മാങ്ങ സൈസ് വരുന്നുണ്ട്. ഞങ്ങള് റിവ്യൂ ചെയ്തിട്ടില്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു സോസ് കറക്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആളാണ് നമുക്ക് ഇതിന്റെ സോസ് തന്നത്. ഓക്കെ, പിന്നെ ഒരു മൈൽഡ് ഫ്ലേവർ ആണെന്നാണ് പറഞ്ഞത്. ഒരു 20യുടെ താഴേക്ക് സ്വീറ്റ്നെസ് ബ്രിക്സ് വരും, അങ്ങനത്തെ ഒരു മാങ്ങയാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ഇത് പിന്നെ നമ്മൾ കോഴിക്കോട് മണ്ണൂർ വളവ്. ഓക്കെ, നമുക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാനും കൊറിയർ സർവീസ് കൊറിയർ ഹൈവേ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. നേരിട്ട് വന്നാൽ ഒരുപാട് മാങ്ങകളെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. കുറച്ച് പിന്നെ റംബുട്ടാനുണ്ട്, നമ്മളെ N18 ഉണ്ട്, സീസർ. പിന്നെ ഇതൊരു വേറെ വെറൈറ്റി ആണ്, സ്പെഷ്യൽ യെല്ലോ ആണ്. E35 അല്ല, കുറച്ച് സൈസ് ആയിട്ട് N18 ഒക്കെ സൈസ് വരുന്ന ഒരു യെല്ലോ ടൈപ്പ് ആണ്. E35 ചെറുതല്ലേ, അപ്പോൾ യെല്ലോയിൽ കുറച്ച് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇത് വലിയ യെല്ലോ ഒന്നുകൊണ്ട്. ഈ പ്ലാന്റ്സ് കണ്ടല്ലോ, വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് യെല്ലോൻ്റെ ഉള്ളത്. ഇത് നമുക്ക് എത്ര സമയം കൊണ്ട് ഈ റിസൾട്ട്? ഇത് 3 വർഷം. ഈ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചാൽ 3 വർഷം കൊണ്ട്. 3 വർഷം ബഡ് ചെയ്ത പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ്, നമ്മുടെ വിക്ടോറിയ അവക്കാഡോ. അവക്കാഡോ എനിക്ക് തോന്നുന്നു വിക്ടോറിയ വന്നതിന് ശേഷം അവക്കാഡോ തന്നെ ഒന്ന് പോപ്പുലർ ആയി ഒന്ന് കാരണം ഈ അവക്കാഡോ ആൾക്കാരെ ധാരണ എന്താന്ന് വെച്ചാല് അത് ജ്യൂസ് അടിക്കാൻ വേണ്ടി കഴിക്കുന്ന ഫ്രൂട്ടാന്നുള്ളൊരു പൊതുധാരണ ഉണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു റോ ആയിട്ട് കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാന്നുള്ളത് നമ്മളെ വിക്ടോറിയയുടെ വീഡിയോട് അല്ലെ, അതോടുകൂടി കാര്യം എന്താ വെച്ചാല് പിന്നെ ട്രോപ്പിക്കൽ അവക്കാഡോ എന്നാണ് ഇട്ടാണ് ആൾക്കാർ പറയുന്നത്. എല്ലാ അവക്കാഡോ ഇപ്പൊ ട്രോപ്പിക്കലായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒട്ടുമിക്ക പ്ലാന്റുകളും ഇപ്പൊ ഈ അവക്കാഡോന്റെ ട്രോപ്പിക്കലായിട്ട് കിട്ടുന്നുണ്ട്. 3 തവണയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു വിക്ടോറിയക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം? ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് കേരള ക്ലൈമറ്റിൽ അവക്കാഡോ ഫ്രൂട്ട് സെറ്റ് ആവല് ഒരു മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മിഡോട് കൂടിയിട്ടാണ് പഴം പാകമായിട്ട് വരാം. അപ്പോഴേക്കും ഏകദേശം നമ്മളെ സീസണ് പിന്നെ മഴ തുടങ്ങി ആ സമയത്ത് പിന്നെ ആള് കഴിക്കാനൊരു മടി വരും. വിക്ടോറിയന്റെ പ്രത്യേകത അഖില പറഞ്ഞു, ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട് കിട്ടി തുടങ്ങും. ഇതിന്ന് മൂത്ത് പഴുത്ത് ഫ്രൂട്ട്സ് താഴെ വീണ് തുടങ്ങും. എന്ന് വരെ കിട്ടി നമുക്ക് അതൊരു ജൂൺ ജൂലൈ വരെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത അതായത് നമ്മളൊരു പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നിലധികം അല്ലെങ്കിൽ 4-5 വീഡിയോ തന്നെ ഓരോ സമയത്ത് ഹാർവെസ്റ്റിംഗ് ചെയ്യുമ്പോഴും അതിൽ പിന്നെ ചെറിയ കായ മുതൽ ഫ്ലവർ ബഡ്സ് വരെ ഉള്ളത് പോലെ ആ ഒരേ സമയമുള്ളത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിക്ടോറിയനെ ഇങ്ങനെ ഈ സംഗതികൾ ക്ലെയിം ചെയ്യാനുള്ള മെയിൻ കാരണം. അത്രയും ഷുവറാണ് നമുക്ക് അത്ര ഉറപ്പുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് ഞങ്ങൾ ഇതിന്റെ മദർ പ്ലാന്റ് ഉള്ളത് എക്സാക്ട്ലി ട്രോപ്പിക്കൽ എന്ന് പറയാം. നമുക്ക് പിന്നെ ഇത് വളരെ കോസ്റ്റൽ ബെൽറ്റിനോട് ചേർന്നിട്ടുള്ള നമ്മള് മലപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കോസ്റ്റൽ ബെൽറ്റിൽ അവിടെ നിന്ന് എടുത്ത മദർ പ്ലാന്റ് എടുത്ത തൈകളാണ് ഞങ്ങൾക്ക്. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൂണിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റായ തൈകളാണ്. ഫസ്റ്റ് പ്രൂണിംഗ് കഴിഞ്ഞത് പുതിയ ഷൂട്ടാണ്. കണ്ട പുതിയ ഷൂട്ട്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. അപ്പൊ ഇതിന്റെ ചെറുതൈകൾ മുതൽ നമ്മളെ കയ്യിലുണ്ട് അല്ലേ? നമുക്ക് എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? 1300 ആണ് പെർ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട്? 3 വർഷം. നമ്മളെ 3 to 5 years. 5 years, അതായത് മെച്യൂരിറ്റി ആയതിനു ശേഷം കായ്പിക്കുക എന്നുള്ള രീതി. അതിന് പ്രൂണിംഗ് പ്രോപ്പർ ആയിരിക്കണം. അതിന് ഫുൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും. ഒരാൾ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ വീഡിയോയിൽ പറയുന്നേക്കാളും നല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ കാണുന്ന മാവ് നടന്ന പോലെ അല്ല അവക്കാട നടണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ. അതും ലാൻഡ് നോക്കണം. ലാൻഡ് ഇപ്പോൾ ഈ പാടം തൂർത്ത സ്ഥലങ്ങളിലൊന്നും ഇത് വർക്കൗട്ട് ആവില്ല. നമ്മളൊരു മുമ്പ് വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെച്ചിട്ട് ഉണങ്ങിയ സംഭവം. അപ്പൊ അവക്കാടോ വെക്കാൻ അത്യാവശ്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും ഒരു അവക്കാടോ കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാം ഇപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു കസ്റ്റമർ വരാണെങ്കിൽ നമ്മൾ ചോദിച്ചും ഒരു ലാൻഡ് എങ്ങനെ ചോദിച്ചിട്ട് ആ സൂട്ടബിൾ ലാൻഡിലേക്ക് മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങള് പിന്നെ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അവരെ ഫീൽഡിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അവർ എങ്ങനെയാണ് നടേണ്ടത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നട്ട ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ 300-400 തൈകൾ വെച്ചിട്ട് തുടങ്ങിയ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്ടോറിയ ആയിട്ട് ഞങ്ങളൊരു ഡ്രീമാണ്. വിക്ടോറിയ ആയിട്ട് ഒരു ബ്രാൻഡ് ആയിട്ട് ഫ്രൂട്ട് മാർക്കറ്റിൽ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മല്ലിക മാവ് അല്ലെങ്കിൽ റംബുട്ടാൻ നമ്മൾ പറയില്ല ഇന്ന സാധനമാണ്, ഒരു N18 ആണെന്ന് പറയുന്ന പോലെ
അത് ഇതിലൊരു ഞങ്ങളുടെ ഡ്രീമാണ്. അതായത് ഒരു ഫ്രൂട്ട് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. വിക്ടോറിയ എന്ന് പറഞ്ഞ ഫ്രൂട്ട് മാർക്കറ്റിൽ കൊണ്ടുവരും. നോക്കിക്കോ രഞ്ജിത്ത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹൈവേ ഡെലിവറിയും ഡയറക്റ്റ് ആയിട്ട് വന്നുള്ള പിക്കപ്പിംഗ് സൗകര്യം എല്ലാം നമ്മൾ കൊടുക്കും. കൊറിയറും കൊടുക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മൾ ഇപ്പൊ നമ്മൾ ആന്ധ്ര വരെ കൊറിയർ അയച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലപരിധിയുള്ള ആൾക്കാരാണല്ലോ കൂടുതലും. അപ്പോൾ ഈ പോട്ടിൽ വെക്കാൻ ഏതാ നല്ലത് എല്ലാവരും ചോദിക്കും. ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലൊരു ഒരു പോട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്നുള്ളത് നമ്മൾ നമുക്ക് അതാണ് വെറൈറ്റീസ് ആണ്. പേര വെറൈറ്റീസിൽ നമ്മൾ നാട്ടിലുള്ള പല പേരകളെക്കാളും നല്ലത് നമ്മൾ വിദേശ ഇനങ്ങൾ പല പേരകളുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വൈറ്റ് ഡയമണ്ട്, റെഡ് ഡയമണ്ട്, ജാർവി റെഡ് 1, പിന്നെ ഗോൾഡൻ 8, ഒരുപാട് വെറൈറ്റികളുണ്ട്. നല്ല ടേസ്റ്റുള്ള വളരെ തിന്നായിട്ടുള്ള സീഡ്സ് ആയിരിക്കും, കുറഞ്ഞ സീഡാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് പോട്ടിൽ വെക്കാൻ നമുക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ വൈറ്റ് ഡയമണ്ടിന്റെ വലിയ തൈകളാണ്. ഇതൊക്കെ ഫ്രൂട്ടഡ് ആണ്, കേട്ടോ. ഫ്രൂട്ടൊക്കെ വന്ന തൈകളാണ്. ഇത് കൊറിയർ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ വന്ന് എടുക്കാൻ വേണ്ടി ഹൈവേ ഡെലിവറി തരാൻ പറ്റും. 399 തൊട്ട് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറുതൈകളും നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ടല്ലേ, കൊറിയർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഹൈവേ ഡെലിവറിക്ക് ഉണ്ട്, എല്ലാ തൈകളും ഉണ്ട്. എന്നാ വലുത് വേണമെങ്കിലും ഉണ്ട്. ഇത് ഒരു പേരേന്റെ ഒരു ബൾക്ക് സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്ത് ചെയ്യുന്നതാണോ? അല്ല, ഇത് കൊൽക്കത്തയാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ടാഗുമ്പോൾ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. വന്നിട്ട് നമ്മൾ അതിന്റെ കേട് തീർത്ത് മണ്ണൊക്കെ മാറ്റി വൃത്തിയാക്കി നമ്മളതായ മണ്ണും കാര്യങ്ങളും വളമൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ആൾക്കാർക്ക് ജീവനുള്ള തൈയായിട്ട് കൊടുക്കാം. ഇത് ബ്ലാക്ക് ഞാവല്, അതായത് തായ്ക്കിങ് എന്നൊക്കെ പറയുന്നത്. വലിയ അതായത് നല്ല സൈസ് ഉണ്ടാവും ഈ ഞാവൽ വന്നിട്ട്. അതിൻ്റെ തൈകളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ജസ്റ്റ് വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു അവക്കാഡോ വെറൈറ്റിയാണ്. അവക്കാഡോന്റെ മറ്റൊരു വെറൈറ്റി ആണല്ലോ നമ്മുടെ വെറൈറ്റി. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സീഡ്ലിംഗ് പ്ലാന്റ് 3-ാം വർഷം കായ്ച്ച തൈയാണിത്. സീഡ്ലിംഗ് 3-ാം വർഷം കഴിച്ചു. ഓ, ഇപ്പൊ നമുക്ക് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ. ഇത് സീഡ്ലിംഗ് അല്ല, ഗ്രാഫ്റ്റഡ് പ്ലാന്റ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ സെയിലിനായിട്ടില്ല, നമ്മൾ ജസ്റ്റ് നമ്മളൊരു കളക്ഷനിലേക്ക് എടുത്തുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഈ ഫ്രൂട്ടിന്റെ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ 3 പഴം 1 കിലോ ആവറേജ് സൈസിൽ വരുമല്ലേ. നല്ല ഫ്രൂട്ട് സെറ്റിംഗ്സ് ആണ്. നല്ല സെറ്റിംഗ് ആണ്. നല്ല പോലെ കൊലകൊലയായിട്ട് കായ പിടിക്കുന്നുണ്ട്. ബഞ്ച് ഫ്രൂട്ടിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മളെ ഗ്രാഫ്റ്റ് ബിഡാണ്. നമ്മളെ കുറേ വെറൈറ്റികൾ ഇതിലിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച തയ്യാന്ന് വെറുതെ പറയില്ല. എൻ്റെ ചെറിയൊരു ഉദാഹരണം, ഒരു യൂണിറ്റ് ഇവിടെ ആണ്, ഒന്ന് കുറച്ച് അപ്പുറമുണ്ട്, 2-3 സ്ഥലത്തായിട്ട് വേറെ ഉണ്ട്. 2 സെക്ഷനിലായിട്ടാണ് നമ്മൾ 2-3 സെക്ഷനായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പല വെറൈറ്റി ഉണ്ട്. നമ്മളെ ഷുഗർ ക്രീം ഉണ്ട്, പിന്നെ ഇമാം പസന്ത് ഉണ്ട്, ജഹാംഗീർ ഉണ്ട്, പിന്നെ കാലാപ്പാടി, പിന്നെ വേറെ നമ്മളിപ്പോ ബനീഷാൻ, ആലമ്പൂർ ബനീഷാൻ. ഇപ്പൊ നിയർലി നമ്മളിപ്പോ റീസെന്റ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിലുണ്ട് ആലമ്പൂർ ബനീഷാന്റെ ഗുദാദത്ത് വലിയ മാങ്ങയാണത്. അവിടെ തന്നെ നമ്മൾ നഴ്സറിക്ക് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെയ്ത വലിയൊരു മാവുണ്ട്. അവിടെ ആ മാവിനെ എടുത്ത് ചെയ്താണ് ഞങ്ങളിത്. അങ്ങനത്തെ ആ മാവിൻ്റെ കളക്ഷനാണ് ഈ കാണുന്ന കംപ്ലീറ്റ്. ഇനിയൊരു 2 മാസം ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ രാപ്പകൽ പണിയെടുക്കാനുണ്ടാവും. കാരണം നല്ല മെയിൻ്റെനൻസ് ആണ് ഇതിൽ, നല്ല മെയിൻ്റെനൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് തൈകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പോട്ടി മിക്സ് ആണ്, പക്ഷെ ഇത് നമ്മൾ ഇത് അവിടെ ചളിയൊക്കെ തൂർക്കാൻ മണ്ണ് നിലം തൂർത്തുവാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ ബംഗാളിലെ മണ്ണ്, ബംഗാളിലെ ക്ലേ ആണ്. നമ്മളെ വേറെ ഉണ്ട്, കാണാം രജിത്ത് നോക്കുക. ഓ, ഇതാണ് ആ സാധനം. ബംഗാളിൽ നിന്ന് വന്ന് നമുക്ക് ചട്ടി കലൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒഴിവാക്കിയ സാധനം റിപ്പോർട്ട് ചെയ്തിട്ട് ആ മണ്ണാണിത്. ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വെറുതെ എല്ലാവർക്കും മനസ്സിലായില്ലേ. നമ്മളെ മണ്ണ് കളഞ്ഞ് നമ്മളെ മണ്ണ് കയറ്റി വേര് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, തൈകൾ പുറത്ത് വെക്കണത്. കാരണം ഇത് സാധാരണക്കാരന് അപ്രാപ്യമായ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ, അല്ലെങ്കിൽ അറിയാത്ത കുറെ കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ. ഈ റൂട്ട് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാക്സിമം ഈ മണ്ണ് കളഞ്ഞിട്ട് നമ്മളെ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ജാർവി റെഡ് 1 അല്ലേ, ലെയർ ചെയ്ത പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് സെറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇത് ഫ്രൂട്ട് നമ്മൾ നിർത്തില്ല, നമ്മൾ ഒഴിവാക്കും ഇതൊക്കെ. പിന്നെ പ്രൂൺ ചെയ്യും വേണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ്, ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികൾ. ഇത് 299 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഗോൾഡൻ നൈറ്റിൻ്റെ തൈകളാണ്, ലെയർ പ്ലാന്റ് ആണ്. കണ്ടല്ലോ, ഇതിൽ കണ്ടോ, അധിക പ്ലാന്റുകളും ഫ്രൂട്ടാണ്. ഫ്ലവർ ഉണ്ട്, നോക്കി, ഫുൾ ഫ്രൂട്ട് കണ്ടോ.
അധിക പ്ലാന്റുകളും ഫ്രൂട്ടുള്ള പ്ലാന്റുകളാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ്റ്റ് ബെഡ്. ഇതിലാണ് നമ്മുടെ വിക്ടോറിയ, ഷുഗർ ക്രീം, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പല മാവുകളും പിറന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാഫ്റ്റ് ബെഡിൻ്റെ അകത്താണ്. അമ്മ തൊട്ടിലാണ് നമ്മൾ വിക്ടോറിയ കണ്ടെത്തിയതും ഷുഗർ ക്രീം കണ്ടെത്തിയതും ഒക്കെ നമ്മൾ നഴ്സറി ഉണ്ടാവാനുള്ള കാരണം ശരിക്കും ഷുഗർ ക്രീമാണ് അല്ലേ. ആ ഒരു മാങ്ങ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്കൊരു ആശയം നമ്മളെ ഉള്ളിലുണ്ടായത്. ഇത് നമ്മൾ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, മറ്റാളുകളിലേക്ക് കഴിക്കണം എന്നുള്ള കഴിപ്പിക്കണം. അങ്ങനെയാണ്. പിന്നെ നമ്മളൊരു മാവ് റിവ്യൂ ചെയ്താൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ ആ മാവ് എവിടെ കിട്ടുക, അതിൻ്റെ തൈ എവിടെ കിട്ടുക, നമുക്ക് നിരന്തരം അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരായിട്ടും ഇങ്ങനെ ചോദിക്കുക എവിടെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾത്തില്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളെന്തോ ഡിമാൻഡ് ആക്കണ പോലെ എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ കരുതുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം ഈ സാധനം എന്തായാലും ഒരു കത്താനുള്ള സാധനമാണ്, ഇത് നിലത്ത് നിൽക്കൂല എന്നാണ് നമുക്ക് നല്ല ബോധ്യം ആയി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് തൈ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു ലളിതമായ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൽ നമ്മൾ അപ്രോച്ച് ചെയ്തത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരുന്നു. ഇത്രയും എക്സ്പാൻഡ് ചെയ്തു പോയി. കാരണം ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്, ആവശ്യക്കാർ കൂടുതലാണ്. അത് ഇതിൻ്റെ പിന്നെ നമ്മളെ ടേസ്റ്റ് കൊടുക്കും. എക്സ്പാൻഷൻ പറഞ്ഞാൽ വലിയ എക്സ്പാൻഷൻ, നമ്മളൊരു ചെറിയ നഴ്സറി ആയിട്ട് ഉടലെടുത്തു, അത്രേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. ആ മാങ്ങൻ്റെ രഞ്ജിത്ത് കഴിച്ചാണല്ലോ മാങ്ങ, അങ്ങനെ ഒരുപാട് പേര് മാങ്ങ കഴിച്ചു. അവരുടെയൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത്. പിന്നെ നമുക്കറിയാം ഒരു ഈ മാങ്ങ എത്ര ഉണ്ട് എന്നുള്ളത്. നമ്മൾ പല മാങ്ങകൾ കഴിച്ചതിന് ഒരു എക്സ്പീരിയൻസിൽ എന്തായാലും ഇത് കേരളത്തിൽ എന്തായാലും അക്സെപ്റ്റബിൾ ആണെന്നുള്ള മനസ്സിലായി. പക്ഷേ ഇപ്പോൾ കേരളം വിട്ട് നമ്മളിപ്പോൾ ആന്ധ്രക്ക് കൊടുത്ത് കർണാടകയിൽ പോയി, പിന്നെ ലാസ്റ്റ് ഇപ്പം പോയത് പിന്നെ ചെന്നൈയിലേക്ക് മഹാരാഷ്ട്ര വരെ പോയിട്ടുണ്ട് തൈകൾ. ജാർഖണ്ഡിൽ നിന്ന് 1-2 ആൾക്കാർ വിളിച്ചിട്ട് തൈകൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ. അങ്ങനെയുള്ള നമ്മളെ ചില സാധനങ്ങൾ അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന അപ്പുറമുള്ളതാണ് ഇത് വളരുക. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു മാവ് നമ്മളെ കയ്യിൽ നിന്നൊരു മാവ് വന്ന് ഇത്രയും ആളുകൾക്ക് എത്താൻ പറ്റിയെന്നുള്ളതിൽ നമ്മൾ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇതൊരു മാംഗോ റിവ്യൂ ആണ് രഞ്ജിത്തിന്റെ കൂടെ. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോഴേ പപ്പായാണ് ചേച്ചി, ശരിക്കും പറഞ്ഞാൽ ആ ഷേപ്പ് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലേ, പപ്പായുടെ ഞെട്ടിമാരൊക്കെ ഉണ്ട്. ഇത് ഇവിടെ തൈ മേടിക്കാൻ വേണ്ടി വന്നൊരു കസ്റ്റമർ തന്നത് നമുക്ക്. ഈ തവണ ഇപ്പൊ നഴ്സറി ഈ സീസണിലാണല്ലോ നമ്മളുള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ മാങ്ങ കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടി. താല്പര്യങ്ങൾക്ക് ഇനി കൊണ്ടുവരട്ടോ. നല്ല തൈകളാണെങ്കിൽ നമുക്ക് നോക്കും ചെയ്യല്ലേ. ഓ തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ സൈസ് വന്നിട്ട് ഒരു ഇതാണ്, ഒരു 1 kg പ്ലസ്. അതും ഇത് 2-3 ഒക്കെ ഒരു കൊലയിലാണ്. അതിന്റെ അട്രാക്ഷൻ അതാണ്. ഒരു ബ്രാഞ്ചിൽ 2 അല്ല ഇത്ര സൈസ് ഉള്ളതെന്നും കൂടി പറയുമ്പോഴാണ്. സൈസ് ഉള്ള സാധാരണ ഒന്നേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞപ്പോ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ നോക്കുമ്പോ നമുക്കൊന്ന് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലുള്ള വെറൈറ്റിയും കൂടിയാണല്ലോ. റേറ്റ് നോക്കട്ടെ. 1 സംതിങ് ഉണ്ട്, 1,200. 1,200 ഈ മാങ്ങ ഉണ്ട്. ഇതിലും വലിയ മാങ്ങകൾ അതിലുണ്ടാവുക, ഇത് ചെറുതാണ്. ഓക്കെ പപ്പായൊക്കെ മുറിക്കാൻ കട്ടിംഗ് ബോർഡിലൊക്കെ കൈ ഒതുങ്ങാത്ത മാങ്ങ. പെട്ടെന്ന് പറയണം, എന്താ പറയാ എന്റെ കൈ അല്ല ഇതിൽ വെച്ച് കട്ട് ചെയ്തോ, വെറുതെ എത്ര കഷ്ടപ്പെടണ്ടേ. എന്നാലും രസല്ലേ, ഒരു വെറൈറ്റി എടുത്ത് ഇങ്ങനെ നമ്മളങ്ങനെ താലോലിച്ചിട്ട്. എന്താ പോണത്, ഫ്രഷൊക്കെ നല്ല കൺസിസ്റ്റന്റ് ആണ്. ഒന്ന് കഴിച്ചു നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് സ്മെല്ല്. ഇങ്ങോട്ടെ സ്മെല്ല് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കാമ്പുവനും ഉണ്ടല്ലോ ഇത്. എന്താ രണ്ടില്ലേ, കുറച്ച് കുറവാണ് നോക്കടാ. 15 ഒരു ചെറുപൊടി പ്രതീക്ഷിക്കല്ലേ? പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കാം, കഴിക്കാം. മധുരം കുറവ് ഫീൽ ചെയ്യുന്നു, പക്ഷെ ഫ്ലേവർ ഉണ്ട്, മാങ്ങ ഫ്ലേവർ ഉണ്ടല്ലേ. ഇതിനോട് ചേർന്നിട്ട് ആ ചൊനയുടെ ശരിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മഴ കൊണ്ടിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടോ? അതെനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. വെള്ളം ഉണ്ടല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ആ ഒരു ചിലപ്പോൾ നല്ല തീരെ നാരില്ല കേട്ടോ, തീരെ നാരില്ല. മഴ പെയ്യുന്നതിന് മുന്നേ കിട്ടാൻ ചില കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും, കുറച്ചും കൂടി മധുരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു ഡീസന്റ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാംഗോ. ജൂൺ മാസമാണ്, മോശം പറയാനല്ല, മോശം പറയാൻ മാത്രമല്ല മധുരത്തിന്റെ ആ കുറവ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്ലേവർ അത് മേക്ക് ചെയ്ത് പോകുന്നുണ്ട്. കഴിക്കാൻ രസമുണ്ട്, മധുരം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണം. ഒരു മാങ്ങ 2 പേർക്ക് 3 പേർക്ക് സുഖമായിട്ട് വയറ് ഫുള്ളാവാം. ഫ്ലഷ് നല്ല ഉടയാത്ത ഫ്ലഷ് ആണ്. നമുക്ക് അലുവയ്ക്ക് മുറിക്കണ മാതിരി ഇങ്ങനെ മുറിച്ച് പീസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. തീരെ ഉടയുന്നില്ല ഫ്ലഷ്, കണ്ടോ, തീരെ നാരില്ല. കണ്ടോ അത് കട്ട് ചെയ്യാൻ നോക്കി, കണ്ടോ പീസ് കണ്ടോ.
അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മാങ്ങയെ കുറിച്ച് പറയാനുള്ളത് അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതിന്റെ തൈകൾ നമ്മളെ കയ്യിൽ എന്താ പറയണ്ടേ? ഇതിന്റെ തൈകളൊന്നുമില്ല, ഇതൊരു കസ്റ്റമർ തന്നാണ്. മാങ്ങ ഒന്നുകൂടി അങ്ങനെ ഏത് മാങ്ങ കണ്ട പെട്ടെന്ന് തൈ ഉണ്ടാക്കാൻ പരിപാടിയൊന്നുമില്ല. നമുക്കില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ ക്രൈറ്റീരിയ ഉണ്ട് തൈ ഉണ്ടാക്കാൻ. മധുരം, അതിന്റെ ഭംഗി, പിന്നെ ട്രേഡ് സീക്രട്ടാണ്. അത് ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഒരു മാങ്ങ കണ്ട Observe ചെയ്യും നന്നായിട്ട്. ഒരു വർഷം നമ്മളിപ്പോൾ ഈ കഴിച്ച ശേഷം നമ്മൾ ഒരിക്കലും തൈ ഉണ്ടാക്കില്ല. 1 or 2 അത് ചിലപ്പോൾ 3 വർഷം കഴിച്ച് നമ്മൾ ചെക്ക് ചെയ്തതിന്റെ ശേഷമൊക്കെ നമുക്ക് 2 വർഷം മിനിമം 2 സീസൺ നമ്മൾ മിനിമം നോക്കും. നമ്മൾ നോക്കിയതിന്റെ ശേഷം തൈകൾ വരുള്ളൂ അല്ലേ? നമ്മൾ ഷുഗർ കീമിന്റെ പറയാം 2 സീസൺ 2 സീസൺ കുറെ കാര്യങ്ങൾ കിട്ടും. നമ്മള് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ചുമ്മാ വെറുതെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് എന്നാലും നമുക്കത് തൃപ്തിയാവുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇന്നത്തെ തൈ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ചുമ്മാ തൈ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്ത് അത് അവർക്ക് വളർന്ന് പൊട്ട മാങ്ങാണെങ്കിൽ പോയില്ല. മാർക്കറ്റിൽ ഒരുപാട് അതേമാതിരി സംഭവിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, ആവറേജ് മാങ്ങ അപ്പോൾ നന്നാവാം. നമുക്കൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ നന്നാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഈ മഴ വെള്ളം കയറിയതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. മാങ്ങൻ്റെ ചില ഓരോരോ അതിൻ്റെ നേച്ചർ ഉണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് മനസ്സിലായത് അതാണ്. ഇത് നന്നാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അടുത്ത ദിവസം ഒന്നുകൂടെ കഴിച്ചു നോക്കും. തൈ ഉണ്ടാക്കാൻ മാവ് കാണണം, മാവിന്റെ ഡീറ്റെയിൽസ് കാണണം. ആൾക്കാർ വാങ്ങും. അപ്പോൾ നമ്മള് പറഞ്ഞാല് പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ കൊടുക്കണേൽ ഒരു കുറച്ചൊരു ജെനുവിനിറ്റി കീപ്പ് ചെയ്യണല്ലോ. നമ്മളെ വിശ്വസിച്ചിട്ട് വാങ്ങണല്ലോ. ഓരോ 3-4 വർഷം അവരുടെ അധ്വാനം പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. അതാണ് ടൈം, പാച്ചിന്റെ അല്ല, ആ സമയം ഉണ്ടല്ലോ. 3 വർഷം നമ്മൾ ആ ഒരു മാവിനെ നോക്കി വളർത്തി അതിന് നമ്മള് പ്രതീക്ഷകൾ അതിന് ഒരിക്കലും നമുക്ക് വിലയിടാൻ പറ്റില്ല. അവിടെയാണ് ഈ പ്രശ്നം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈകൾ ശരിക്കും 100% ജെന്യൂൻ ആയിട്ടുള്ള നമ്മൾ ആക്കാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.